പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി കർത്താവേ, ഈ പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൊണ്ട് തങ്ങളുടെ ജീവിതം തുടങ്ങുന്ന മക്കളുണ്ട്. ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ജീവിതം സമാപിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദിവസത്തെ ജീവിതവും അങ്ങനെ എല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കർത്താവേ.
ഈശോയെ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഏത് കുടുംബം ഇപ്പോഴ് നിരാലംബമായിരിക്കുന്നത്? തങ്ങളെ രക്ഷിക്കാനോ സഹായിക്കാനോ ഈ സമയത്ത് ആരുമില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലും ബന്ധപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ രോഗികളായി കിടന്നിട്ട് നാട്ടിലുള്ളവർ അവരോർത്ത് കൈയും കാലോട്ട് അടിക്കണ പോലെ വിഷമിക്കുന്നവരുണ്ട്. അവരെയെല്ലാം അമ്മേ, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് മറഞ്ഞ് അന്യരാജ്യങ്ങളിൽ വേദനപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ നീ സ്പർശിക്കണം. കൂട്ടുകാരെ, ഞങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ളവരെ നീ സ്പർശിക്കണം. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ജീവിതമാർഗങ്ങൾ പല മേഖലകളിൽ ജീവിതം ആരംഭിക്കുന്നുണ്ട്. കട, കമ്പോളങ്ങൾ, ഏജൻസികൾ, കന്നുകാലി വളർത്തലുകൾ, ഇങ്ങനെ ജോലികൾ, കമ്പനി നടത്തുന്നവർ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ വരുമാന മാർഗം കണ്ടെത്തിയിരിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടാൻ ഇരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ഇന്നലെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു നിർത്തി ഡീവിയേറ്റ്, പരിശുദ്ധാത്മാവ് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് വേറൊരു സബ്ജക്റ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഡൊമിനിക്കിൻ്റെ സാക്ഷ്യം. ഇപ്പോൾ ഡൊമിനിക്കിന് നല്ല കാലത്ത് ഉടമ്പടിയെടുത്ത ആളാണ്. അങ്ങനെ ഞാൻ ആ സാക്ഷിയാണ് ആദ്യം കേൾക്കുന്നത്. ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടി എടുത്തതെന്ന്. അപ്പോൾ പക്ഷേ ഞങ്ങൾ ഉടമ്പടിക്കാൻ വേണ്ടി ഇവിടെ വന്നില്ലേ, വീട്ടിലിരുന്ന് തീരുമാനിച്ചു എന്തിനാ ഉടമ്പടിക്കണമെന്ന് അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞ് ദുരന്തം ഉണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണം. അതാണ്. അപ്പോൾ ഇവിടെ വീട്ടിൽ വെച്ച് പറഞ്ഞില്ലത്. വീട്ടിലൊന്നുമില്ല, അമ്മയെപ്പോയി കുറച്ചുകൂടി കൊള്ളാവുന്ന സ്പിരിച്വൽ ലൈഫ് ചിട്ടയായിട്ട് പോകണമെന്ന് കണ്ടപ്പോഴാണ് ഈ ജീസസ് യൂത്ത് ഫുൾ ടൈമറായിട്ടുള്ള ആൾക്കാർ ഉടമ്പടിക്കാൻ തീരുമാനിക്കണത്. അവിടെ ലൈഫ് ഇത് ഓക്കെയാണ് ശരിക്കും. അപ്പോൾ അവർക്ക് പക്ഷേ അവർ ഉടമ്പടി എന്നുള്ള ഈ സംഭവം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഉടമ്പടി എടുത്താൽ ലൈഫ് കുറച്ചുകൂടി ചിട്ടയാകും. പിന്നെ മണ്ടേറ്ററി ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഓപ്ഷണലായും പേഴ്സണലുമായിട്ടല്ലാതെ മണ്ടേറ്ററി ആയിട്ട് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളാത്ത രീതിയിൽ നമ്മളെ ശരിക്കും ഉടമ്പടി ബൂസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായപ്പോഴാണ് ഉടമ്പടി എടുത്ത് നമുക്ക് ആ ഉടമ്പടി വളരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരണത്. ഇവിടെ പക്ഷേ ഇവർ ഭാര്യയും ഭർത്താവും കൊച്ചും കൂടി വന്ന് കൃപാസനത്തിനകത്ത് ചവിട്ടിയപ്പോൾ അമ്മ പറഞ്ഞു ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. ഇവർ ഐസായിപ്പോയി. അപ്പോൾ പറഞ്ഞിട്ട് ഇത് അമ്മ അന്ന് അച്ഛനോട് പറഞ്ഞ കാര്യമാണല്ലോ ഇപ്പം ഞങ്ങളോട് പറയണമെന്ന്. ദൈവമേ, എന്ത് ദുരന്തമായിരിക്കും, എന്ത് ദുരന്തം അമ്മ ഉണ്ടാകുമല്ല എന്ന് പറഞ്ഞാൽ അവർ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ റോമിക എന്ന് പറയുന്ന മകളില്ലേ, അവളെന്നെന്തോ 10ാം ക്ലാസ്സിലാണ് മറ്റേ പഠിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് ബ്ലാങ്കായിപ്പോയി. അവൾക്ക് പരീക്ഷ എഴുതാൻ പറ്റണില്ല. ആ റോമിക അതിനെക്കുറിച്ച് റോമിക സാക്ഷ്യം പറയുന്നുണ്ട്. അവൾ ഉപയോഗിക്കുന്ന വാക്ക് ട്രോമറ്റൈസ്ഡ് എന്നാണ്. വെച്ച് കഴിഞ്ഞാൽ വാദം പിടിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ട്രോമ ഇല്ല, ട്രോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ബ്ലാങ്കായി പോകും. ചില ആൾക്കാരുടെ ട്രോമ ഹൈപ്പർ ടെൻഷൻ വന്നു കഴിയുമ്പോൾ കണ്ണ് കൃഷ്ണമണിയൊക്കെ കാണാതിരിക്കും. ചിലപ്പോൾ കൃഷ്ണമണി ഉണ്ടാകും, കാഴ്ച ബ്ലോക്കാവും. അത് നമ്മുടെ തലച്ചോറില്ലേ, തലച്ചോറ് ഹൈപ്പർ ടെൻഷൻ അടിക്കുമ്പോൾ തലച്ചോറിൽ നിന്ന് നമ്മളുടെ കോർണിയയിലേക്കുമുള്ള ഇതില്ലേ, നമ്മളുടെ ഞരമ്പില്ലേ, സൂക്ഷ്മമായ ഞരമ്പിലില്ലേ, അവിടെ രക്തം ബ്ലോക്കായി പോകും. അപ്പോഴാണ് ഈ കണ്ണ് തുറന്നിരിക്കും, പക്ഷെ കാഴ്ച കാണത്തില്ല. ട്രോമയുടെ ഒരു ലക്ഷണമാണത്. ഞാനത് എൻ്റെ നോവലിന് വേണ്ടി പഠിച്ചതാണ്. ഞാൻ ആ ലാസ്റ്റ് ഗസ്റ്റ് ഓഫ് നോവൽ എഴുതിയ കാലത്ത് അതിലൊരു ആളിന് ട്രോമ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ മെഡിക്കൽ മേഖലകൾ പഠിച്ചതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തിയത്. നമ്മളിങ്ങനെ പഠിക്കും, പക്ഷേ നമുക്ക് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പഠിക്കും, പക്ഷെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ ബ്ലാങ്ക് എന്ന് പറയും.
അപ്പോൾ അങ്ങനെ വന്ന് അവൾ പരീക്ഷ തോറ്റു. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ല, ഇത് കളിയല്ല, കാര്യമാണ് മനസ്സിലായില്ല. ഏറ്റവും നല്ല റാങ്ക് വാങ്ങിച്ച് പഠിച്ച കൊച്ചാ നല്ലതാണ്. പക്ഷേ പെട്ടെന്ന് ഹൈപ്പർ ടെൻഷൻ കയറി. ചിലപ്പോൾ കോമ്പറ്റീഷൻസ് വരുമ്പോഴേ, കോമ്പറ്റീഷൻസ് ഇല്ലേ, മറ്റു കുട്ടികളുമായിട്ട് കോമ്പറ്റീഷൻ, എനിക്കുള്ളത് അത് റാങ്ക് മേടിക്കാനും IAS റാങ്കിനും ഇങ്ങനെ കുറേ കോമ്പറ്റീഷൻ ഫീൽഡില്ലേ. ഇപ്പോൾ ഗവൺമെൻറ് ഈ കോമ്പറ്റീഷനും കുറച്ച് കൊണ്ടുവരുന്നുണ്ട്, ഷോക്ക് അബ്സോർബ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. കാര്യം കോമ്പറ്റീഷൻ ഫീൽഡിൽ നിന്ന് കുട്ടിക്കാലങ്ങളെ കോമ്പറ്റീഷൻ ഒഴിവാക്കണം. ശരിയാണോന്നും നമുക്കറിയത്തില്ല. ഈ സായിപ്പന്മാർ കാണിക്കുന്നതെല്ലാം ഇങ്ങനെ അവരെന്ത് കാണിക്കുന്നു അത് നമ്മളിവിടെ കോപ്പി അടിക്കും. അതായത് അങ്ങനെയാണ് ചെയ്യണം. ഇപ്പോൾ സായിപ്പന്മാരുടെ കൂടത്തിൽ ആ പിള്ളേർക്കൊന്നും ടെൻഷൻ ഇല്ലല്ലോ. കാര്യം വഴക്കൊന്നും പറയാം, അവർ വഴക്ക് പറഞ്ഞാൽ പോലും അവർക്ക് വേണേൽ പോലീസിൽ വിളിച്ച് പറയാം, ഡാഡിനെയും കൊണ്ട് പോലീസ് പോകും. അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ വെള്ളക്കാരുടെ കുഞ്ഞുങ്ങളിങ്ങനെ അമൂൽ കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങനെ വളരുകയും നാളെ കാലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഈ സൈക്കോളജിസ്റ്റുകൾ ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ശരിക്കും സൈക്കോളജിസ്റ്റുകൾ തിയററ്റിക്കലായിട്ട് ഈ വിഷയങ്ങൾ കാണുന്നത് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അടി കൊടുത്ത് വളർത്തേണ്ട പട്ടി കൃത്യമായിട്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്നുണ്ട്. എന്താണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞത്? എന്താണ്? പ്രഭാഷകൻ 30:8 മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രനായാലും പുത്രിയായാലും തന്നിഷ്ടക്കാരനാകും. അവരാരും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നാളെ ഇവരുടെ ഫെഡറൽ റിപ്പോർട്ടല്ലേ, ഫെഡറലിസ്റ്റ് ഇവരെങ്ങനെ വെച്ചാൽ ഈ ബൈബിളൊക്കെ മാറ്റി വെച്ചത്. യൂറോപ്യൻസ് അങ്ങനെ ഒരു റാഷണലിസം കയറിയിട്ട് ബൈബിൾ മാറ്റി വെച്ച് ദൈവം അവിടെ നാട്ടിൽ നിന്ന് പോകുന്നു. ഇപ്പം നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഭയങ്കര സങ്കടം വരും കേട്ടോ. നമ്മൾ കണ്ട സ്വപ്ന ഭൂമികളൊക്കെ ഇല്ലേ, അത് ഞാൻ എല്ലാ രാജ്യത്തിൻ്റെ പേരൊന്നും ഞാൻ പറയണില്ല, അത് ശരിയാകത്തില്ല. പലയിടത്തും നാഷണൽ ഹൈവേ നന്നാക്കിയിട്ടില്ല. സാമ്പത്തികമായി ശരിക്കും ഒരു പാപ്പരടിച്ച രാജ്യത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയാണ് നമ്മൾ കാണുന്നത്. പണ്ട് എന്ത് സ്മാർട്ടായിട്ട് കിടന്ന രാജ്യങ്ങളാണിത്. ഇവർ ദൈവത്തെ മാറ്റി നിർത്തി ഓരോരോ കാര്യം പറയുന്നതനുസരിച്ചിട്ട് ആ പ്രൊട്ടക്ഷൻ പോകത്തില്ലേ, ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പോകും. നിങ്ങൾക്കറിയാമല്ലോ, പല കാര്യങ്ങളും പ്രൊട്ടക്ഷനാണ് നിൽക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭൂമി കുലുങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? മാറി താമസിക്കാൻ പറ്റുമായിരിക്കും ചില സമയത്ത്. നമുക്ക് ഒരു നേരത്തെ അറിവ് കിട്ടിയാൽ മാറി താമസിക്കാൻ പറ്റും. പക്ഷേ ഈ അറിവ് കിട്ടാത്ത രാജ്യങ്ങളിലും ആൾക്കാർ എന്തുമാത്രം മരിക്കുന്നു. അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഒരു നിരാലംബര. അവിടെ ദൈവത്തിന് മാത്രമേ ഒന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഭൂമിയിലേക്കും അങ്ങനെയാണ്. അപ്പം അമ്മ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ദുരന്തം ഉണ്ടാകാൻ പോലും കേട്ടോ, പ്രാർത്ഥിക്കണമെന്ന്. അവരെന്ത് ചെയ്തു? അവർ ടൈറ്റപ്പ് ചെയ്ത് പ്രാർത്ഥിച്ചു. കുഞ്ഞിന് ഈ ബ്ലാങ്ക് വന്നപ്പോഴേ രോമിക്കയ്ക്ക് ഈ ബ്ലാങ്ക് വന്നല്ലേ, അവർ കുലുങ്ങിയില്ല. കാര്യം എന്താ? അമ്മ കൃപാസനത്തിൽ പറഞ്ഞായിരുന്നു അതെന്താ, സീസൺ മാറാൻ പോകുന്നുണ്ടോ, സീസൺ മാറാൻ പോകുന്നു. അപ്പോൾ റോമിയുടെ അമ്മ പറഞ്ഞ്, റോമിയെ ഇനി നീ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ട്. നീ ഇപ്പം ഞാനും അപ്പായും ഉടമ്പടിയിലാണ്, നീയും കൂടി ഉടമ്പടി എടുക്കണം. അപ്പോൾ റോമി അത് അനുസരിച്ചു. അതാണ് അവളുടെ വിജയം എന്ന് പറഞ്ഞത്. അവളനുസരിച്ച് അവളൊന്ന് ഉടമ്പടി എടുത്തിട്ട് അവൾ ഉടമ്പടി തൈലം നെറ്റിക്ക് തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ എല്ലാ രോഗവും മാറി. അവൾ ഓക്കെ ആയതല്ല, അവളുടെ പിന്നീടുത്ത പരീക്ഷയ്ക്കൊക്കെ 84% വരെ മാർക്ക് കിട്ടി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അമ്മ മാതാവിൻ്റെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൾത്താരയിൽ എന്നെ നിൽക്കാൻ സഹായിച്ചതിന് ഈശോ അപ്പായിക്കും അമ്മ മാതാവിനും എൻ്റെ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ദിവ്യാമോൾ റെനൂപ്. ഞാൻ കോട്ടയം മട്ടത്തിപ്പാറയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. ഇതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 മാർച്ച് 8 ആയിരുന്നു. അത് പ്രധാനമായും അയർലൻഡിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായി പോകുന്നതിന് വേണ്ടിയായിരുന്നു. അത് ഉടമ്പടിയിലൂടെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ഞാൻ 2024 സെപ്റ്റംബറിലാണ് അയർലൻഡിൽ എത്തിയത്. അത് ഇവിടുന്ന് ആദ്യത്തെ പുതുക്കലിന് ശേഷമാണ് അവിടെ എത്തിയത്. അതിനുശേഷം എനിക്ക് ആദ്യം കിട്ടിയ അമ്മയുടെ വലിയൊരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് അവിടുത്തെ ആപ്റ്റിറ്റ്യൂഡ് എക്സാമാണ്. അയർലൻഡിൽ നഴ്സായി വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, അവിടുത്തെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ എസ്പെഷ്യലി പ്രാക്ടിക്കൽ എക്സാം വളരെ പാടാണ്. 14 സ്റ്റേഷനാണ് നമുക്കുള്ളത്. അത് വളരെ ടഫായിരുന്നു എനിക്ക്.
എന്നിരുന്നാലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുത്തെ വിശുദ്ധ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഓരോ സ്റ്റേഷനിലും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉപ്പിട്ടാണ് കടന്നുപോയത്. വളരെ ടഫായിരുന്നു എല്ലാ സ്റ്റേഷനും. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ അമ്മ മാതാവ് എന്നെ ആദ്യത്തെ ചാൻസിൽ തന്നെ പാസ്സായി അനുഗ്രഹിച്ചു. അത് കറക്റ്റായി പറയുകയാണെങ്കിൽ മാതാവിൻ്റെ പ്രതിഷ്ഠീകരണ സമയം ഉച്ചയ്ക്ക് 2:30 സമയത്താണ് എൻ്റെ റിസൾട്ട് പാസ്സായെന്നും പറഞ്ഞ് വന്നത്. ഞങ്ങൾ ഇവിടുന്ന് 11 പേരടങ്ങുന്ന ബാച്ചിൽ ആദ്യത്തെ ചാൻസിൽ പാസ്സായ 3 പേരിൽ ഒരാൾ ഞാനായിരുന്നു. അതുപോലെ മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ 11 പേരിൽ എക്സാം പാസ്സായി അവിടുത്തെ പിൻ നമ്പറോടുകൂടി ആദ്യമായി ജോലിക്ക് പ്രവേശിച്ചതും ഞാനായിരുന്നു. അതിനെൻ്റെ അമ്മ മാതാവിനും ഈശോ അപ്പായ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു ഇത്രയും ടഫായിട്ടൊരു എക്സാം എനിക്ക് ആദ്യമായി പാസ്സാക്കാൻ സാധിച്ചത് ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. രണ്ടാമതായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം 4 വർഷമായി. അയർലൻഡിൽ എത്തുന്നതിന് മുമ്പ് ചേട്ടൻ ദുബായിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിവിടെ നാട്ടിലുമായിരുന്നു. അപ്പോൾ അയർലൻഡിൽ എത്തിയ ശേഷം ഞങ്ങളൊരു കുഞ്ഞാവയ്ക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി നിരന്തരമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മയാണിത്. അമ്മയുടെ പേര് ഓമന. അമ്മ ഇവിടെ ഉടമ്പടി എടുത്തതാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, നിൻ്റെ പിറന്നാൾ ദിവസമായ ജൂലൈ 28-നുള്ളിൽ നിനക്കൊരു കുഞ്ഞുവാവി അമ്മ നൽകുമെന്ന്. അതുപോലെ തന്നെ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയായി ജൂലൈ 27-ാം തീയതി 2025 ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. അതുപോലെ തന്നെ അതിലും വലിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത് അമ്മയുടെ പ്രതിഷ്ഠീകരണ ദിവസം ഡിസംബർ 7-ാം തീയതിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മയ്ക്ക് എപ്പോഴും ഒരു ദർശനം ഉണ്ടാകുമായിരുന്നു, ഗോൾഡൻ കളറിലുള്ള ഒരു 7 എന്ന നമ്പർ. അപ്പോൾ ഞങ്ങൾ തീർച്ചയായും വിശ്വസിച്ചു, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വാവേനെ അമ്മ ആ ഒരു ഡേറ്റിൽ തന്നെ നൽകുമെന്ന്. അതുപോലെ തന്നെ അമ്മ മാതാവിൻ്റെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയായി 2026 ഏപ്രിൽ 7-ാം തീയതി രാത്രി 10:24 എനിക്കൊരു പെൺകുഞ്ഞിനെ ജന്മം നൽകുവാൻ അമ്മ മാതാവും ഈശോ അപ്പായി അനുഗ്രഹിച്ചു. എൻ്റെ കോടാനുകോടി എൻ്റെ കുടുംബത്തിൻ്റെ കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. പിന്നെ മൂന്നാമതായി ഏറ്റവും വലിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഇവളെ 3 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമാണ്. അയർലൻഡിൽ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു. അതായത് ഒക്ടോബർ 9-ാം തീയതി ഏകദേശം രാവിലെ ഒരു 7:30 സമയം എൻ്റെ ഹസ്ബൻഡാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു വലിയൊരു വളവുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ പോകുവാണ്. പെട്ടെന്ന് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു വലിയ ബസ് വരുന്നുണ്ടായിരുന്നു. അതിന് തൊട്ട് പുറകെ ഒരു വൈറ്റ് കളറുള്ളൊരു വാനും. വളരെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ വൈറ്റ് കളറുള്ള വാൻ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറി വന്നു. വഴി വളരെ വീതി കുറഞ്ഞതായതുകൊണ്ട് ഞങ്ങളുടെ വണ്ടിക്കത് അതിലൂടെ പാസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് വണ്ടി സൈഡിലേക്ക് പതുക്കെ ഡൈവേർട്ട് ചെയ്തു. അത് രാവിലെ നല്ല മഞ്ഞുള്ള സമയമാണ്. പെട്ടെന്ന് പുള്ളയിലേക്ക് വണ്ടി നേരെ കയറി സ്ലിപ്പായി, വണ്ടിയുടെ ബാലൻസ് തെറ്റി കുറേ ദൂരം വണ്ടി കൺട്രോൾ ഇല്ലാതെ എൻ്റെ ഏട്ടയുടെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്ത് കുറേ അങ്ങ് പോയി ഒരു വലിയ പോസ്റ്റിൽ വണ്ടി ഇടിച്ച് മറിയുകയാണ് ചെയ്തത്. ആ സമയം അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപയെന്ന് പറയുന്നത് കറക്റ്റ് വണ്ടി ഇടിച്ച് മറിഞ്ഞത് എൻ്റെ ചേട്ടായുടെ സൈഡിലേക്കാണ്. അതെൻ്റെ സൈഡിലേക്കാണ് മറിഞ്ഞിരുന്നെങ്കിൽ ആ സമയത്ത് എനിക്ക് എൻ്റെ കുഞ്ഞാവിക്കും മാരകമായി എന്തെങ്കിലും അപകടം സംഭവിച്ചതിന്. ഒരു പക്ഷെ ഞാനും കുഞ്ഞാവി ഇവിടെ കാണുക പോലും ഇല്ലായിരുന്നു. ആ പോസ്റ്റിൻ്റെ തൊട്ടപ്പുറത്തെന്ന് പറയുന്നത് വലിയൊരു കണ്ടമായിരുന്നു. അമ്മ മാതാവ് തന്നെയാണ് തീർച്ചയായും ആ വണ്ടിയെ കറക്റ്റ് ആ പോസ്റ്റിൽ ഇടിച്ച് വണ്ടി പെട്ടെന്ന് നിന്നു. ഏകദേശം ഒരു 2 മിനിറ്റോളം ഞങ്ങൾ ആ വണ്ടിയുടെ അകത്ത് കിടന്നു. ഞങ്ങൾക്ക് കേൾക്കാം റോഡിലൂടെ അങ്ങോളം ഇങ്ങോളം വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ വണ്ടി വലിയൊരു സൗണ്ടോടെ വണ്ടി ഇടിച്ചു മറിഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ചേട്ടായി സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ കമന്ന് കിടക്കുമോ, അനക്കമില്ല. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ ഞാൻ മരിച്ചു പോയോ, എന്നാ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ചേട്ടായിനോട്, ചേട്ടായി നമ്മൾ മരിച്ചു പോയോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് ചേട്ടായി പറഞ്ഞു, കൊച്ചേ നമുക്കൊന്നും പറ്റിയില്ല, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഓയിൽ ലീക്കാകുന്നൊരു സ്മെല്ല് എനിക്ക് വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, മാതാവേ ഇപ്പോൾ വണ്ടി കത്താൻ പോവുകയാണോ, ഞങ്ങൾ ഉറപ്പായിട്ട് മരിച്ചു പോകും, ഞങ്ങൾ എന്നാ ചെയ്യണം? വണ്ടി ഇതുപോലെ ഇടിച്ചു മറിഞ്ഞുകൊണ്ട് എയർ ബാഗ് ഫുള്ളായിട്ട് ഓപ്പണായി ഞങ്ങളുടെ നേരെ ഒന്ന് ഹിറ്റ് ചെയ്തു. സീറ്റ് ബെൽറ്റ് കണ്ടമാനം ടൈറ്റായി. ഞങ്ങൾക്ക് അവിടെ നിന്ന് അനങ്ങാൻ പോലും മേല. ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട്. എനിക്ക് അതിലേറെ പേടിയാകുന്നുണ്ട്. ആരും സഹായിക്കാനില്ല, ഒരു വണ്ടി പോലും നിർത്തുന്ന പോലും ഇല്ല. അപ്പം എൻ്റെ ഈ കാശ് രൂപം ഞങ്ങളുടെ വണ്ടിയുടെ അകത്തുള്ള ചെറിയ മിററിൽ ഞാനൊരു കറുത്ത നിറത്തിലുള്ള കൊന്തയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെ ദയനീയമായി അതിലേക്ക് നോക്കിക്കൊണ്ട് മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞങ്ങളെ സഹായിക്കത്തില്ലേ, ഞങ്ങൾ അതിടന്ന് മരിച്ചു പോകുമെന്ന്.
അപ്പോഴത്തേനും ചേട്ടായി പെട്ടെന്ന് എന്തോ ധൈര്യം സംഭരിച്ച് ഒരു തരത്തിൽ എൻ്റെ സീറ്റ് ബെൽറ്റ് ഊരിയിട്ട് പതുക്കെ കാറിൻ്റെ ആ സൈഡിലുള്ള വിൻഡോ ഓപ്പൺ ആക്കി. ഞങ്ങൾ പുറത്തേക്ക് നോക്കുന്നത് കണ്ടിട്ടും അങ്ങോളം ഇങ്ങോളം വണ്ടി പാസ് ചെയ്തു പോകുന്നുണ്ട്, ആരും നിൽക്കുന്നില്ല. ഞാൻ മാതാവിനെ പിന്നെയും കരഞ്ഞു വിളിച്ചു, അമ്മേ ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ദേവദൂതനെ പോലെ ഒരു ഐറിഷുകാരൻ പെട്ടെന്ന് വന്ന് വണ്ടി നിർത്തി. അയാൾ ഓടി വന്നു. അപ്പോൾ ചേട്ടായി വണ്ടിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, എൻ്റെ കൊച്ച് 3 മാസം പ്രഗ്നൻ്റ് ആണ്, പെട്ടെന്നൊന്ന് പുറത്തെടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ചേട്ടായി ആ പുള്ളിയും കൂടെ ഞങ്ങൾ രണ്ടുപേരെയും സേഫായിട്ട് പുറത്തേക്ക് എത്തിച്ചു. അവർ തന്നെ അവിടുത്തെ പോലീസിനെ പറഞ്ഞ ഗാർഡാന്നാണ്. ഗാർഡാനെ ഇൻഫോം ചെയ്തു, ആംബുലൻസിനെ ഇൻഫോം ചെയ്തു. എല്ലാവരും ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാവരും പെട്ടെന്നെത്തി. വണ്ടിയുടെ പുറത്തെത്തിയിട്ടും എനിക്ക് ആക്സിഡൻറ്റ് നടന്ന ആ ഒരു ഷോക്ക് അല്ലാതെ വേറെ ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒന്ന് കരഞ്ഞത് പോലും ഇല്ല. എനിക്കറിയില്ല, മാതാവ് എനിക്ക് വലിയൊരു ധൈര്യമാണ് തന്നത്. എൻ്റെ ചേട്ടായിക്ക് ഒരു തെല്ല് പോലും ടെൻഷൻ ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ഗാർഡയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ഒരു ഫോൾട്ടും ഇല്ലയെന്നും പറഞ്ഞു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സമയം ഈ ആക്സിഡൻറ്റ് നടന്ന സമയത്ത് എൻ്റെ ചേട്ടായിക്ക് അവിടുത്തെ ലേണേഴ്സ് പെർമിറ്റ് മാത്രമേ ഉള്ളായിരുന്നു. ഫുൾ ലൈസൻസിന് അപ്ലൈ ആയിട്ടുള്ള സമയമായിരുന്നു. അപ്പം ഇത് ഭയങ്കര ഇഷ്യൂ ആകുമോ, എന്തെങ്കിലും കേസ് ആകുമോ എന്നൊക്കെ ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ടെൻഷൻ വരാൻ തോന്നി. എന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ടും പേടിപ്പിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല, കേസാകും, അങ്ങനെയാകും എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ കറക്റ്റായിട്ട് പ്രാർത്ഥിച്ചു, നിരന്തരമായി പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം ഉണ്ടായിരുന്നു. ആക്സിഡൻറ്റിന് ശേഷം പെട്ടെന്ന് ആംബുലൻസ് എത്തി, എന്നെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. വാവ 3 മാസം ആയിരിക്കുന്ന അവസ്ഥ. എല്ലാം സ്കാൻ ചെയ്തു, ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും വളരെ അത്ഭുതമായിരുന്നു. എക്സ്റേ എടുത്തു, USG എടുത്തു, ഒരു പോറൽ പോലും ഇല്ലാതെ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇവർ രക്ഷപ്പെട്ടത്? അപ്പോൾ അവിടുത്തെ എമർജൻസിയിലെ ഡോക്ടർമാരെല്ലാം പറഞ്ഞു, നിൻ്റെ ബേബി വളരെ ഒരു മിറാക്കിൾ ബേബിയാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഒരു പ്രശ്നമില്ലാതെയാണ് അത്രയും വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നും അമ്മ മാതാവും ഈശോപ്പായും ഞങ്ങളെ എല്ലാവരെയും രക്ഷിച്ചത്. അതിന് ഈശോപ്പായ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞു. അതിൻ്റെ ആ ഒരു ഫോട്ടോ നിങ്ങളെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു വലിയ പോസ്റ്റിലേക്കാണ് വണ്ടി ഹിറ്റ് ചെയ്ത് മറിഞ്ഞേക്കുന്നത്. കംപ്ലീറ്റ് ലോസായി. 2 സൈഡിലെ എയർ ബാഗ് ഫുള്ള് പൊട്ടിയായിരുന്നു. ടോട്ടൽ വണ്ടി ലോസ് ആയിരുന്നു. ഈ വണ്ടി കിടക്കുന്നത് കണ്ടാൽ ഞങ്ങളിപ്പം ഇന്ന് ജീവനോടെ ഉണ്ടെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുപോലെ വലിയൊരു അപകടത്തിൽ നിന്നാണ് ഈശോയും മാതാവും ഞങ്ങളെ കൈ പിടിച്ചുയർത്തിയത്. ഈശോയ്ക്കും അമ്മ മാതാവിനും എൻ്റെ കുടുംബത്തിൻ്റെയും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇൻഷുറൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇൻഷുറൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ലഭിക്കുകയും അതുപോലെ തന്നെ ആ ക്ലെയിം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുതിയൊരു വാഹനം വാങ്ങുന്നതിനും അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഞങ്ങളുടെ പുതിയ കാറിൻ്റെ കളറും അമ്മ മാതാവിൻ്റെ ഈ ബ്ലൂ കളറിലുള്ളൊരു കാർ തന്നെ തന്നാണ് അമ്മ മാതാവ് അനുഗ്രഹിച്ചത്. ഈശോ അപ്പായിക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ഞങ്ങൾ അയർലൻഡിൽ അവിടെ അക്കോമഡേഷൻ കിട്ടുക എന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിനൊപ്പം ഷെയറിങ് അക്കോമഡേഷൻ ആയിരുന്നു. കുഞ്ഞാവായപ്പോൾ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ സ്വന്തമായൊരു ഭവനം ഉണ്ടാകുക എന്നത് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി നിരന്തരമായി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ജപമാല ചൊല്ലുമ്പം പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയും പ്രത്യേകമായി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡേറ്റ് ഇട്ടു. കഴിഞ്ഞ ജൂൺ 29 ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ്. മാതാവേ, അതിനുള്ളിൽ മാതാവേ നീ എനിക്ക് എവിടെയെങ്കിലും ഒരു ഭവനം മാതാവേ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ജൂൺ 27 തന്നെ ഞങ്ങൾക്ക് പുതിയൊരു ഭവനം, അത് ആ ഭവനത്തിൽ ഞങ്ങളാണ് ആദ്യമായിട്ട് താമസിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ കീ ലഭിക്കുകയും 28 ആ ഭവനത്തിൽ താമസിക്കുവാനും 29 സന്തോഷത്തോടെ നാട്ടിലെത്തുവാനും ഈ തിരുസന്നിധിയിൽ വന്ന് അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയായി നിൽക്കുവാനും അമ്മ മാതാവും ഈശോ അപ്പായും ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനെൻ്റെ അമ്മ മാതാവിനും ഈശോ അപ്പായിക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മ എന്നെ നോക്കാനായിട്ട് അയർലൻഡിലേക്ക് വരുന്നതിന് ഏകദേശം 3 മാസം മുമ്പ് അമ്മയ്ക്ക് വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു മരുന്ന് കഴിച്ചായിരുന്നു. ആ മരുന്ന് കഴിച്ചതിനെ തുടർന്ന് ഒരു ദിവസം അമ്മയ്ക്ക് പെട്ടെന്ന് അസാമാന്യമായ തരത്തിലുള്ള ഒരു രക്തസ്രാവം ഉണ്ടായി. അതെന്ത് നിൽക്കുന്നില്ലായിരുന്നു. പക്ഷെ അമ്മ ഒട്ടും ഭയപ്പെട്ടില്ല. അമ്മ പ്രാർത്ഥനയോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലവും ഉപ്പും സേവിച്ചു. അതിൻ്റെ പരിണതഫലമായി ആ രക്തസ്രാവം അന്ന് തന്നെ പരിപൂർണമായും ഭേദമായി. ഇപ്പോൾ അമ്മയ്ക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ
അമ്മ മാതാവിനും ഈശോ അപ്പായിക്കും എൻ്റെ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ നാട്ടിലുള്ള സമയത്ത് പ്രത്യേകമായും ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുകയും പ്രധാനമായും അവിടുത്തെ ക്യാൻസർ പേഷ്യൻസിനെ എല്ലാവരെയും പോയി കാണാറുണ്ട്. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും അവരോട് ഷെയർ ചെയ്യാറുണ്ട്. കൃപാസന പത്രം വിശ്വാസത്തോടെ കൈമാറാറുണ്ട്. എന്നാൽ കഴിയുന്ന സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും നൽകി അവരെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ തെരുവിൽ കഴിയുന്ന പാവങ്ങളെ ഒരുപാട് എന്നെ കഴിയുന്ന വിധം ഒരുപാട് ഞാൻ സഹായിച്ചിട്ടുണ്ട്. അയർലൻഡിൽ എത്തിയ ശേഷം എനിക്ക് അവിടെ ഇവിടെ ചെയ്യുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ പരിമിതികളുള്ളതുകൊണ്ട് ഞാനൊരു നിശ്ചിത തുക അമ്മയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അമ്മ അത് ഇവിടുത്തെ പാവപ്പെട്ട രോഗികളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് കാണുകയും അവർക്ക് ആവശ്യമായ സഹായം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ ആഴ്ചയിലുള്ള എല്ലാ ധ്യാനവും ഞാൻ കാണാറുണ്ട്. അത് സ്റ്റാറ്റസ് ഇടാറുണ്ട്. ജപമാല ഒരിക്കലും ഞാൻ മുടക്കാറില്ല. രാവിലത്തെ ഡെയിലി ബ്രീഡ് കൂടാറുണ്ട്. അത് സ്റ്റാറ്റസ് ഇടാറുണ്ട്. എന്നെ കഴിയും വിധം എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ അതെല്ലാവരിലേക്കും ഷെയർ ചെയ്യാനും ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഞാനൊരു ഹിന്ദുവാണ്. അപ്പോൾ എനിക്ക് കുർബാന സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഞങ്ങൾ അടുത്തുള്ള ചർച്ചിൽ പോയി ഇംഗ്ലീഷ് മാസ് ഞാൻ കൂടാറുണ്ട്. വല്ലപ്പോഴും അവിടുത്തെ ചർച്ചിൽ വരുന്ന മലയാളം കുർബാനയും ഞാൻ കൂടാറുണ്ട്. ഇത്രയധികം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ അമ്മ മാതാവിനും ഈശോ അപ്പായിക്കും കോടാനുകൂടി നന്ദി. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലും ഈ ഉടമ്പടിയിൽ തന്നെ തുടരണമെന്നും ആത്മീയമായി കൂടുതൽ ആഴപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വലിയൊരു കൃപ എപ്പോഴും ഞങ്ങൾ എല്ലാവരിലും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉയരത്തിൽ നിന്നും കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്നും അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. സങ്കീർത്തനം 18:16 വചനമാണ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അറിയുന്ന ഒരു ദൈവമാണ്. ആഴങ്ങളിൽ നിന്ന് പൊക്കിയെടുക്കുന്ന, നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ആഴമുള്ള വെള്ളങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും കുടുംബ പ്രശ്നങ്ങളും ജോലിയില്ലായ്മയും കുഞ്ഞില്ലായ്മയും ഒക്കെ ആവാം. ഏത് സാഹചര്യമായാലും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടി ഒരു ആത്മീയ വിശ്വാസ ബന്ധമാണ്. ആ ബന്ധത്തിൽ നാം തുടർന്ന് ജീവിക്കുമ്പോൾ, നിബന്ധനകൾ പാലിച്ച് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ ഈശോയും അമ്മയും ഉയരത്തിൽ നിന്ന് കൈ നീട്ടി പിടിച്ച് നമ്മൾ മുന്നോട്ട് കരകയറ്റുന്ന ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അക്രൈസ്തവരായ മക്കളായ ഈ മക്കൾ ഉടമ്പടിയിൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്ന് ഈ കുഞ്ഞുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ സാക്ഷിയായിട്ട് വന്നിരിക്കുന്നത്. ഐലൻഡിൽ അക്കോമഡേഷന് ഒരു ഷെയർഡ് റൂമായിരുന്നു നേരത്തെ. കുഞ്ഞുണ്ടായതിന് ശേഷം ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതും ജൂൺ 29 മുമ്പ് ഞങ്ങൾ 29-ാം തീയതി ഹൗസിലേക്ക് പോവുകയാണ്. അവിടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്. സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ, കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ജൂൺ 27 തന്നെ പുതിയ ഭവനവും ലഭിച്ചു. ഇവിടെയെല്ലാം കാണുന്നത് 7 എന്ന നമ്പർ വീണ്ടും ഇവരുടെ ജീവിതത്തിൽ കാണുകയാണ്. പ്രത്യക്ഷീകരണത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുമ്പോൾ, ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ ഓരോ കാര്യവും ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് വിശ്വസിക്കാം, എന്ത് തന്നെയായാലും, പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും വിളിക്കുമ്പോൾ ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കഷ്ടതയിൽ കൂടെ നിൽക്കുകയെന്ന ഒരു രക്ഷകനായ ദൈവം. ആ ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനായിട്ട്, അനുഭവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ജീവിതത്തിൽ നാം ആഴമുള്ള പെരുവെള്ളത്തിൽ വീഴാം. പക്ഷേ ഉടമ്പടി വിശ്വാസം നമ്മെ വീണ്ടും പിടിച്ചുയർത്തും. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മെ കരം പിടിച്ച് ഉയർത്തും. പരിശുദ്ധ അമ്മ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം 28:15 പറയുന്ന പോലെ, ഇതാ ഞാൻ നിന്നോട് കൂടിയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ സംരക്ഷണം നമുക്ക് ഉറപ്പാണ്. ഉടമ്പടിയിൽ വിശ്വസ്തതയാണ് ഈശോയും അമ്മയും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ കൂടെയുള്ള ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനും ആ സ്നേഹത്തിൽ ചേർന്ന് നിന്ന് നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദിവ്യ മോൾക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ചും സംരക്ഷണത്തിനും ഈ കുഞ്ഞു വാവയ്ക്കുമായിട്ട് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വം